എന്തോ ആവട്ടെ. ഇനി വമാലഹും അല്ലായു അദിബും, അല്ല എന്നത് ശരിക്കും എന്താണ്? അൻ ലാ എന്നാണ്, മസ്തരിയായ അന്നാണ്. അപ്പോൾ മമാലഹും അവർക്ക് പറ്റിയതല്ല, അതായത് അവർക്കില്ല, അല്ലായു അദിബഹുമുല്ലോ, അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കൽ, അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കില്ല എന്ന്. ബി സൈഫി, സൈഫ് കൊണ്ട് അഥവാ യുദ്ധം കൊണ്ട്, ബഅദ ഖുറൂജിക അങ്ങ് പുറപ്പെട്ടതിൻ്റെ ശേഷം, വൽ മുസ്തലാഫീന ദുർബലരായി ഗണിക്കപ്പെട്ട ആളുകൾ മുഅ്മിനീങ്ങൾ അവരും പുറപ്പെട്ടതിൻ്റെ ശേഷം അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കുകയില്ല, ശിക്ഷിക്കാതിരിക്കാൻ പാടില്ല, അള്ളാഹു അവരെ ശിക്ഷിക്കുക തന്നെ ചെയ്യും എന്നർത്ഥം. വഅലൽ ഖൗലിൽ അവ്വലി, ആദ്യത്തെ കൗല് പ്രകാരം. ഏത് ആദ്യത്തെ കൗല്? ഇത് കാഫിര്യങ്ങളെ പറ്റിയാണ് എന്ന്. ഏത് ലമീറാണ്? ഈ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ വിഷയം, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. മുഅദ്ദിബഹും, അള്ളാഹു അവരെ ശിക്ഷിക്കൂല എന്ന് പറഞ്ഞാൽ കാഫിര്യങ്ങളാണോ അവരെല്ലാം മൊത്തത്തിലുണ്ടായിരിക്കുമ്പോൾ അവരിൽ ദുർബലരായി ഗണിക്കപ്പെട്ട മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിട്ടാണോ എന്നാണ് അഭിപ്രായ വ്യത്യാസം. അപ്പൊ ആദ്യത്തെ കൗല് എന്ന് വെച്ചാൽ അവരൊക്കെ കാഫിര്യങ്ങളാണ്. അപ്പൊ മുഅദ്ദിബഹും എന്ന് വെച്ചാൽ അള്ളാഹു ആ കാഫിര്യങ്ങളെ ശിക്ഷിക്കുകയില്ല, അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, അതായത് അവർ തവാഫിന്റെ വെളിയിൽ ഖുഫ്രാനക്ക് എന്ന് പറഞ്ഞ് തവാഫ് ചെയ്യുന്ന സമയത്ത് അള്ളാഹു അവർ ശിക്ഷിക്കൂല എന്ന്. അതാണല്ലോ ഒന്നാമത് കൗല്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇതും ആ വമാലഹും അല്ലായു അദിബഹും അതും എന്താണ്? കാഫിര്യങ്ങളിലേക്കാണ് മടങ്ങുക. അതാണ് ഒന്നാം കൗല്. അപ്പൊ ഒന്നാമത്തെ കൗല് പ്രകാരം ഈ ആയത്ത് നാസിഖത്തുൻ ദുർബലപ്പെടുത്തുന്നതാണ് ലിമാ ഖബലഹ അതിന്റെ മുമ്പുള്ളതിനെ. വഖദ് അദബഹുമുല്ലാഹു ബി ബദരിൻ വഗൈരിഹി, ഏതൊരു സ്ഥിതിയിൽ അള്ളാഹു അവരെ ശിക്ഷിച്ചിട്ടുണ്ട് താനും ബദറും ബദർ അല്ലാത്ത സ്ഥലത്തൊക്കെ വെച്ച്. അപ്പം ഈ ആയത്ത് വമാലഹും അല്ലായു അദിബഹുമുല്ല, അള്ളാഹുവിന് അവരെ ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല, അള്ളാഹ് എന്തായാലും അവരെ ശിക്ഷിക്കുമെന്നാണ്. അപ്പോൾ മുമ്പ് പറഞ്ഞതോ ഒമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാറിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. അപ്പം അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല എന്ന ആയത്തിനെ അള്ളാഹു എന്തായാലും അവരെ ശിക്ഷിക്കും എന്ന ഈ ശേഷമുള്ള ആയത്തിന് നസ്ഖ് ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ കൗല് പ്രകാരം. കാരണം എന്താണ്? അതിന് തെളിവെന്താണ്? വഖദ അദബഹുമുല്ലാഹു ബി ബദരിൻ വഗൈരി, ബദറും ബദർ അല്ലാത്ത സ്ഥലത്തൊക്കെ വെച്ച് അള്ളാഹു അവരെ ശിക്ഷിച്ചിട്ടില്ലേ? സൈഫ് കൊണ്ട്, യുദ്ധം കൊണ്ട് അള്ളാഹു അവർക്ക് തക്കതായ ശിക്ഷ നൽകിയിട്ടുണ്ട്. അബൂജഹലും കൂട്ടരും ചത്തിട്ടുണ്ട്. വഹും യസുദ്ദൂന, അപ്പൊ അള്ളാഹുവിന് അവരെ ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല, ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഏതൊരു സ്ഥിതിയിൽ? വഹും അവർ തന്നെ യസുദ്ദൂന യംനഊന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുസ്ലിമീന അനിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിനെയും മുസ്ലിമീങ്ങളെയും തടയുന്നവരായിരിക്കെ അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കുകയില്ല. എന്തിനെ തൊട്ടാ തടഞ്ഞ? മസ്ജിദുൽ ഹറാമിനെ തൊട്ടെന്ന് വെച്ചാൽ അഥവാ അപ്പൊ അതിൽ ഇസ്തിമാല് ആ യതൂഫു ബിഹി, ആ മസ്ജിദുൽ ഹറാമിനെ, ശരിക്കും മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ എന്താണ്? കാബയാണ് ഉദ്ദേശിക്കുന്നത്. ആ കാബയെ തവാഫ് ചെയ്യുന്നത്, കാബയെ തവാഫ് ചെയ്യുന്നതിനെ തൊട്ട് തടയുകയാണ് അവർ. ആ സമയത്ത് അള്ളാഹു അവരെ ശിക്ഷിക്കാതിരിക്കൂല. അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ ഒമാകാനു ഔലിയാ, അവര് അതിന്റെ ആളുകളല്ല എന്ന്. ഔലിയാഹു എന്ന് വെച്ചാൽ ആ ഭവനത്തിന്റെ, മസ്ജിദുൽ ഹറാമിന്റെയും കാബാലയത്തിന്റെയും ആളുകളല്ല. അന്ന് കാബാലയാണല്ലോ ഉള്ളത്. അപ്പൊ ഇപ്പൊ നമ്മൾ പറയുന്ന മസ്ജിദുൽ ഹറാം അല്ലല്ലോ ഒന്ന്. അവരാ കാബാലയത്തിന്റെ ആളുകളല്ല. അവര് കമാസാമ അവര് വാദിക്കുന്നില്ല. അവര് പറയും ഞങ്ങളാണ് കാബയുടെ ആളുകൾ. എന്നാൽ ഖുർആനിൽ നമ്മുടെ തൗബ സൂറത്തിലുണ്ട്, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിനെ അന്ത്യദിനത്തെ വിശ്വസിക്കുന്ന ആളുകൾക്ക് എല്ലാവരും പള്ളിയൊക്കെ പരിപാലിക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ അവർ ശരിക്കും അതിന്റെ ഉലാത്തല്ല, വാലിമാരല്ല, അധികാരികളല്ല, കൈകാര്യ കർത്താക്കളല്ല. ഇൻ മാടെ അർത്ഥത്തിൽ ഇൻ ഔലിയാഉഹു ഇല്ലൽ മുത്തഖീൻ, അതേ ആശയമാണ് ഇവിടെ. അവനെ വലിയവല്യോമില്ലാഹനാണല്ലോ മുത്തക്കിങ്ങൾ. അപ്പൊ ഇൻ മാ ഔലിയാഉഹു അതിന്റെ വാലികൾ, അതിന്റെ അധികാരികൾ, അതിന്റെ കൈകാര്യകർത്താക്കളല്ല, ഇല്ലൽ മുത്തഖൂൻ മുത്തക്കീങ്ങളല്ലാതെയല്ല, മുത്തക്കീങ്ങൾക്ക് അതിന്റെ കൈകാര്യകർത്ത അവകാശമുള്ളൂ. വലാകിന്ന അക്സറുഹും ലാ യഅലമൂൻ, എങ്കിലും അവരിലേറിയ ആളുകളും അൽഹംദുലില്ലാഹ് അറിവില്ലാത്തവരാണ്. അന്ന ലാ വിലായത ലഹും അലൈഹി, ആ മസ്ജിദുൽ ഹറാം അഥവാ കാബാലയം, ആ കാബാലയത്തിന് അവർക്ക് ഒരു വിലായത്തും ഒരു അധികാരവും ഇല്ല എന്ന് അവരിലധികം ആളുകൾക്ക് അറിയില്ല. ഒമാകാന സ്വലാത്തുഹും, ഈ കാഫിര്യങ്ങളായ ആളുകളുണ്ടല്ലോ, അവരുടെ നിസ്കാരമല്ല ഇന്ദൽ ബൈത്തി, പരിശുദ്ധ കാബാലയത്തിന്റെ അടുത്ത് വെച്ചുള്ള അവരുടെ നിസ്കാരമല്ല, ഇല്ല മുക്കാ, കേവലം മുക്കാ അല്ലാതെയല്ല. മുക്കാന്ന് വെച്ചാൽ സഫീറൻ ചൂളം വിളി, തസ്ദിയ എന്ന് വെച്ചാൽ തസ്ഫീഖൻ കൈകൊട്ടൽ, അവരവിടെ നിന്നൊരു ചൂളം വിളിക്കുക, കൈകൊട്ടുക, അതാണ് അവരുടെ നിസ്കാരം. അതായത് ജാലൂദ് ആലിക മൗദിയ സ്വലാത്തിഹിം, അവരതിനെ ആക്കി, അവർ ഈ ചൂളം വീതിയെയും കൈകൊട്ടലിനെയും ആക്കി മൗദിയ സ്വലാത്തിഹിം അവരുടെ നിസ്കാരത്തിന്റെ സ്ഥാനത്ത്. അല്ലത്തി എങ്ങനെയുള്ള നിസ്കാരമാണ്? ഉമിറൂബിഹ, അവരോട് അതുകൊണ്ടാണ് കൽപ്പിക്കപ്പെട്ടത്. നിസ്കരിക്കാൻ കൽപ്പിക്കപ്പെട്ട തലസ്ഥാനത്ത് അവരെന്താ ചെയ്യുക? ചൂളം വിളിക്കും, മുക്കാ നടത്തും.
ചൂളം വിളിക്കും. അതാണ് തസ്തിയ, കൈകൊട്ടും, അതാണ് ചെയ്യുക. ഫദൂഖുൽ അദാബ്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട്, അവരോട് കൽപ്പിക്കുന്നതിന് വിരുദ്ധമായിട്ട് ചെയ്തുകൊണ്ട് തന്നെ ദൂഖുൽ അദാബ് ബി ബദർ, ബദർ വെച്ച് നിങ്ങൾ ശിക്ഷ അനുഭവിച്ചോ, ബിമാ കുന്തും തക്ഫുറു, നിങ്ങൾ കാഫിരീങ്ങളായതിന്റെ കാരണത്താൽ. ഇന്നല്ലദീന കഫറൂ, നിശ്ചയം കാഫിരീങ്ങളായ ആളുകൾ, യുൻഫിഖൂന അംവാലഹും, അവരവരുടെ ധനങ്ങളെ ചെലവഴിക്കുന്നു, ഫി ഹർബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്കെതിരെയുള്ള യുദ്ധത്തിലായിട്ട്. കാരണം ബദറിലൊക്കെ ഒരുപാട് തുക പണം ചെലവഴിച്ച ആളുകളുണ്ടായിരുന്നല്ലോ. ഒട്ടകങ്ങളൊക്കെ ഓരോ ദിവസം ഓരോ ഒട്ടകത്തെ ഇറക്കുക, അങ്ങനെ വലിയ ആർഭാടത്തിലാണ് ഒരു യുദ്ധസംഘം വന്നത്, ആ നഫീർ വന്നത്, അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള. ലിയസുദ്ദു അൻ സബീലില്ലാഹ്, അവർ തടയാൻ വേണ്ടി, അള്ളാഹുവിന്റെ മാർഗത്തിൽ തൊട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളെ തടയാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു, തങ്ങളുടെ സ്വത്തുക്കൾ അവർ വിനിയോഗിക്കുന്നു. അങ്ങനെയുള്ള കാഫിര്യങ്ങൾ പിന്നെ അവർ അതിനെ വിനിയോഗിക്കും. സുമ്മ തകൂനു അലൈഹിം ഹസ്ര, പിന്നെ അവരുടെ ആ സമ്പത്തൊക്കെ ഉണ്ടല്ലോ, ഫി ആഖിബത്തിൽ അംർ, പിന്നെ അവരുടെ ആ അംബാല് അല്ലെ, ആ അംബാലൊക്കെ ആയിക്കോളും അവരുടെ ആക്കിബത്തുൽ അംർ, അവസാന കാര്യത്തിൽ അല്ലെ, അന്തിമ കാര്യത്തിൽ ആ അവരുടെ ആ സ്വത്തൊക്കെ അലഹിം, അവർക്കെതിരിൽ ഹസ്രത്തൻ, ഒരു നദാമത്തിന്, ഒരു ഖേദമായി തീരും. എന്തേ കാരണം, ലി ഫവാത്തിഹ വ ഫവാത്തി മാ ഖസദൂഹു, അവസാനം എന്ന് വെച്ചാൽ ഈ യുദ്ധമൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് യുദ്ധം തീരുമ്പോഴേക്കും ഫുൾ ഖേദകരമായിരിക്കും അവരുടെ സമ്പാദ്യമൊക്കെ. എന്തേ കാരണം, ലി ഫവാത്തി, ഒന്ന് അവരുടെ അത് നഷ്ടപ്പെട്ടത്, അംബാല് നഷ്ടപ്പെട്ടു, യുദ്ധത്തിന് വേണ്ടി വിനിയോഗിച്ച, അള്ളാഹുവിന്റെ മാർഗത്തോട്ട് തടയാൻ വേണ്ടി വിനിയോഗിച്ച മാല് നഷ്ടപ്പെട്ടു. പിന്നെ വഫവാത്തി മാ കസദൂഹു, വഫവാത്തി മാ ഒന്നും നഷ്ടപ്പെട്ടു കാരണത്താൽ. കസദൂഹു, അവരാ ഒന്നിന് ആഗ്രഹിച്ചു. ഇപ്പൊ എത്ര പണം ചെലവഴിക്കാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടരുടെ മേൽ വിജയം നേടണം എന്നാണ്. ആ വിജയവും കിട്ടിയില്ല, അതായത് പിടിച്ചതും പോയി കടിച്ചതും പോയി എന്ന് പറയില്ലേ, ആ ഒരു സംഗതിയാണ് അവർക്ക് വരിക. അത് കാരണത്താൽ ഈ ധനമൊക്കെ അവർക്കൊരു ഖേദമായി തീരുന്നതാണ്. സുമ്മ യുഗലബൂൻ, പിന്നെ അവരെ പരാജയപ്പെടുത്തപ്പെടുന്നതാണ്, ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് തന്നെ. വല്ലദീന കഫറൂ മിൻഹും, അവരെന്നുള്ള കാഫിരീങ്ങളായ ആളുകൾ, ഇലാ ജഹന്നമ, ജഹന്നമിലേക്ക്, ഫിൽ ആഖിറ, ആഖിറത്തിൽ വെച്ച്. ആദ്യം ദുനിയാവിലുള്ള പറഞ്ഞു, ദുനിയാവിൽ പരാജയപ്പെടുത്തപ്പെടുന്നു, അവരുടെ സമ്പത്തൊക്കെ വെറും അവർക്ക് ഖേദത്തിനുള്ള നിമിത്തമേ ആയിത്തീരുള്ളൂ. ഇനി ആഖിറത്തിൽ അവരെ ജഹന്നമിലേക്ക് യുഹ്ശറൂന, ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്, യുസാഖൂന, നയിക്കപ്പെടുന്നതാണ്, തെളിക്കപ്പെടുന്നതാണ്. എന്തിനാ അങ്ങോട്ട് മാറ്റുന്ന, അതിൽ യമീസ, വേർതിരിയാൻ വേണ്ടി. മുതഅല്ലിഖും ബി തകൂനു, തകൂനു എന്നതിന്മേൽ ബന്ധപ്പെട്ടതാണ്. ബി തഖ്ഫീഫി വ തശ്ദീദി. അപ്പം സുമ്മ തകൂനു അലൈഹിം ഹസ്ര, ആ അല്ലെ, സുമ്മ തകൂനു അലൈഹിം, ആ സമ്പത്തൊക്കെ അവരുടെ മേൽ ഖേദമായി തീരും എന്ന് പറഞ്ഞല്ലോ. എന്തിനാ അത്, അതിനോട് ബന്ധമെന്നല്ല പറഞ്ഞത്. ലി യമീസ, വേർതിരിയാൻ വേണ്ടി. അതായത് വേർതിരി മാസ യമീസ്, വേർതിരിക്കാൻ വേണ്ടി. യഫ്സിലുല്ലാഹുൽ ഖബീസ, ലി യമീസ എന്ന് വെച്ചാൽ യഫ്സിൽ അല്ലാഹു, അതായത് ലി യഫ്സില എന്നുണ്ടാവും, ലാമ കളഞ്ഞാണ്. അപ്പൊ യഫ്സിൽ അല്ലാഹുൽ ഖബീസ, അള്ളാഹു മ്ലേച്ഛമായതിനെ മാറ്റി നിർത്താൻ വേണ്ടിയാണ്, അകറ്റാൻ വേണ്ടിയാണ്, വിട്ടുപിരിക്കാൻ വേണ്ടിയാണ്. മ്ലേച്ഛമായതാരാണ്, അൽ കാഫിറ, കാഫിറിനെ. പിന്നെ തൊയ്യിബി, നല്ലതിൽ നിന്നും, നല്ലതാണ് മുഅ്മിൻ. അപ്പൊ മുഅ്മിനെ, കാഫിറിനെ മുഅ്മിനെ എന്താക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ മുഅ്മിനിൽ നിന്നും കാഫിറിനെ വേർതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു വേർതിരിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിന് ഈ മുഅ്മിനിനെ തൊട്ട് കാഫിറിനെ വേർതിരിക്കാൻ വേണ്ടിയാണ് അവരുടെ സമ്പത്തൊക്കെ അവരുടെ മേൽ എന്തായി തീരുക എന്ന് പറഞ്ഞത്, വെറും നദാമത്ത്, ഖേദത്തിനുള്ള നിമിത്തമായി തീരുക എന്ന് പറഞ്ഞത്. വയജ്അലൽ ഖബീസ ബഅദഹു അലാ ബഅദ്, എന്നിട്ട് അള്ളാഹു ആക്കാൻ വേണ്ടിയും ഈ മ്ലേച്ഛമായതിന്, അതായത് കാഫിറിനെ, ബഅദഹു, ആ മ്ലേച്ഛമായതും ചിലത്, അതായത് ചില കാഫിര്യങ്ങൾ, അലാ ബഅദ്, ചില കാഫിര്യങ്ങളുടെ മേലെയാക്കും. എന്നിട്ട് ഫയർക്കുമഹു ജമീഅ, അവരെയൊക്കെ എന്താണ്, കുന്നുകൂടിയതാക്കും. ഫയർക്കുമ, റക്കമാന്ന് വെച്ചാൽ അട്ടിക്കെട്ടിക്ക് വെക്കും. യജ്മഉഹു, ഈ ഖബീസിന് അള്ളാഹു ഒരുമിച്ച് കൂട്ടും. മുതറാക്കിമൻ ബഅദുഹു അലാ ബഅദ്, ആ ഖബീസിൽ നിന്നും, അതായത് കാഫിര്യങ്ങളിൽ നിന്നും ചിലർ, അൽഹംദുലില്ലാ, ചിലരുടെ മേൽ അട്ടിക്കട്ടിയായ നിലക്ക് അള്ളാഹു അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് വായിച്ചാൽ ഈ ഖബീസിനെ അള്ളാഹു ആക്കും, അതായത് കാഫിര്യങ്ങളെയൊക്കെ ആക്കും, ഫി ജഹന്നം, ജഹന്നമിലാക്കും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഉലൈക ഹുമുൽ ഖാസിറൂൻ, അവർ തന്നെയാണ് നഷ്ടക്കാർ, അവർ തന്നെയാണ് പരാജിതർ. ഇവിടെ ബിത്തഖ്ഫീഫി വത്തശ്ദീദി എന്നുണ്ടല്ലോ, അത് ലി യുമയ്യിസ് അല്ലാഹുൽ ഖബീസ എന്ന് ഖിറാഅത്തുണ്ട്. അതുപോലെ തന്നെ തഖ്ഫീഫ് ആക്കിയിട്ട് ലി യമീസ് അല്ലാഹുൽ ഖബീസ എന്നും
ഖിറാഅത്തുണ്ട്. കുല്ലില്ലദീന കഫറു, നബി അങ്ങ് പറയാ കാഫിര്യങ്ങളായ ആളുകളോട്, അബി സുഫിയാൻ വാസ്ഹാബി, അന്ന് അബൂ സുഫിയാൻ കാഫിറായിരുന്നല്ലോ. അപ്പൊ അബൂ സുഫിയാൻ അദ്ദേഹത്തിന്റെ ആളുകൾ തുടങ്ങിയ പോലെയുള്ള കാഫിര്യങ്ങളായ ആളുകളോട് അങ്ങ് പറയുക, ഈ എന്തഹു അവരെങ്ങാനും വിരമിച്ചാൽ, അനിൽ കുഫരി സത്യനിഷേധത്തിൽ നിന്ന് വിരമിച്ചാൽ, വഖിതാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് യുദ്ധത്തിന് തൊട്ടും വിരമിച്ചാൽ, യുഗ്ഫർ ലഹും മാ ഖദ് സലഫ് എന്ന ഖുർആന്റെ ആ ഒരു വചനം സത്യമായി പിളർന്നല്ലോ. അള്ളാഹു അവരുടെ ഒക്കെ ഒപ്പം നമ്മുടെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ. യുഗ്ഫർ ലഹും അവർക്ക് പുറത്തു കൊടുക്കപ്പെടുന്നതാണ്, മാ ഖദ് സലഫ് അവർ മുമ്പേ കാട്ടിക്കൂട്ടിയത്, അല്ലെ, മിൻ ആമാലിഹിം അവരുടെ കർമ്മങ്ങളാൽ, അവർ തെറ്റായ ചെയ്തികൾ തിന്മകൾ അതൊക്കെ പുറത്തു കൊടുക്കപ്പെടുന്നതാണ്. അവരെ ഏതിൽ നിന്ന് വിരമിച്ചാൽ, സത്യനിഷേധത്തിൽ നിന്ന് വിരമിച്ച് ഈമാനിലേക്ക് വന്നാൽ, നിബിധങ്ങളുമായിട്ടുള്ള യുദ്ധത്തിൽ നിന്നും വിരമിച്ച് നിബിധങ്ങളോടൊപ്പമുള്ള യുദ്ധത്തിലേക്ക് വന്നാൽ അവർക്ക് പുറത്തു കൊടുക്കപ്പെടുന്നതാണ്. അത് പറഞ്ഞിട്ടില്ല, നിബിധങ്ങളുടെ ഒപ്പമുള്ള യുദ്ധം എന്ന് പറഞ്ഞിട്ടില്ല. ആ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുക, കുഫറിൽ നിന്ന് വിരമിക്കുക, ഈമാനിലേക്ക് എത്തിച്ചേരുക. ഇനി അവർ മടങ്ങുന്ന പക്ഷം, യുദ്ധത്തിലേക്ക് ഇനിയും അവർ യുദ്ധം ആവർത്തിക്കുന്ന പക്ഷം, ഫഖദ് മലത് സുന്നത്തുൽ അവ്വലീൻ, ഒരു താക്കീതാണ്. ഫഖദ് മലത്, അങ്ങനെ മടങ്ങുന്നതാണെങ്കിലേ ഫഖദ് മലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. സുന്നത്തുൽ അവ്വലീൻ, ആദ്യം വന്ന ആളുകളുണ്ടല്ലോ, ആദ്യം വന്ന സമുദായങ്ങൾ, സമൂഹങ്ങൾ, അവർക്കെതിരെ നടത്തപ്പെട്ട നടപടികൾ, അല്ലെ, അവർക്കെതിരെ നടപ്പാക്കപ്പെട്ട നടപടികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതായത് സുന്നത്ത് എന്ന് വെച്ചാൽ ദൈവീക നടപടിയാണ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും വന്ന നടപടികൾ അവർക്കെതിരെ നടന്നു പോയിട്ടുണ്ട്, കഴിഞ്ഞു പോയിട്ടുണ്ട്. അതായത് സുന്നത്തുനാഫീം, അവരിൽ നമ്മളുടെ നടപടി കഴിഞ്ഞു പോയിട്ടുണ്ട്. ബിൽഹലാക്കി, നശിക്കൽ കൊണ്ട്, അവരെ നശിപ്പിക്കൽ കൊണ്ട്. ഹലാക്ക് ശരിക്കും നശിക്കുകയാണ്. ഫഖദാ നഫ്അലു ബിഹിം, അതുപോലെ തന്നെ നമ്മൾ അവരെയും ചെയ്യുന്നു. അത് ഇപ്പോൾ മക്കയിലുള്ള കാഫിര്യങ്ങളെയും അവർ ഇനിയും മടങ്ങുന്ന വശം അവരെ ഫുള്ളായിട്ട് നശിപ്പിച്ചോളെ. വഖാതിലൂഹും, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്തു. ഹത്താ ലാ തകൂന എന്ന് വെച്ചാൽ താമായ തക്കൂനയാണ്, നാഖിസല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് തൂജത, അല്ലെ, തൂജത എന്ന് പറഞ്ഞാൽ തൂജത ഫിത്നത്തുൻ, ഫിത്ന എന്ന് വെച്ചാൽ കുഴപ്പം, അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഷിർക്ക്. അപ്പൊ ഷിർക്ക് ഉണ്ടാവാതിരിക്കുന്നവിടം വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്ത് ഒരൊറ്റ മുശ്രിക്ക് ഉണ്ടാവരുത്, ആ കോലത്ത് യുദ്ധം ചെയ്യണം. വയക്കൂന ദീന് കുല്ലുഹുലില്ല, ഈ ദീൻ എന്നുള്ള സംഗതി അത് മുഴുവനും അള്ളാഹുവിനാകുന്നവിടം വരെയും, വഹ്ദഹു, അള്ളാഹുവിന് മാത്രം. എന്നിട്ട് വലാ യുഅ്ബദ ഗൈറുഹു, അള്ളാഹു അല്ലാതെ ഒരാളെയും ആരാധിക്കപ്പെടാതിരിക്കുന്നിടം വരെ അവരോട് യുദ്ധം ചെയ്യുക. അപ്പൊ യുദ്ധം ഇപ്പോഴും ആക്കാനുണ്ട് എന്നാണ്. അതായത് യുദ്ധം പുറത്തേക്ക് വിടാനുള്ള അല്ല പറയുന്നു, യുദ്ധം എപ്പോഴും ആഹ്വാനമുള്ളതാണ്. പിന്നെ അതിൻ്റെ സമയസാധ്യതകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ നിൽക്കേണ്ടത്. അപ്പം നേതൃത്വം മറന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നേതൃത്വം മറികടന്നൊന്നും ചെയ്യരുത്. അല്ലാതെ യുദ്ധം കൊണ്ടുള്ള കൽപ്പനയും നിലവിലുണ്ട്. അല്ല യുദ്ധം തീർന്നു ഈ എന്ന് പറയുന്നത് വെറും എന്താണ്, അബദ്ധമാണ്. അത് ഓവർ മതേതരത്വമാണ്. അങ്ങനൊന്നുമില്ല, യുദ്ധം ഇപ്പോഴും ഉണ്ട്. അതായത് പൂർണ്ണമായും സമ്പൂർണ്ണമായും ദീന അള്ളാഹുവിനുള്ളത് തന്നെ ആയിരിക്കണം. ഒരൊറ്റ ദീൻ ഉണ്ടാവരുത്, ഒരൊറ്റ മുശ്രിക്കും ബാക്കി ഉണ്ടാവരുത്, ഇസ്ലാം അല്ലാതെ ഒരൊറ്റ ദീനും ബാക്കി ഉണ്ടാവരുത്. അതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യുക അവരോട്. ഫഇൻ തഹൗ അനിൽ കുഫ്രി, ഇനി അവർ സത്യനിഷേധത്തിൽ നിന്നും പിന്മാറുന്ന പക്ഷം, ഫഇന്നല്ലാഹ, അല്ലാഹു സുബ്ഹാനഹു വതആല, ബിമാ യഅമലൂന ബസീർ, അവർ ചെയ്യുന്നതിനെ സംബന്ധിച്ച് കാണുന്നവനാണ്. ഫയുജാസിഹിം ബിഹിം, അതിന് പകരം അവർ പിന്മാറിയതിന് പകരം അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുന്നതാണ്. വൈൻ തവല്ലു, ഇനി അവരെ തിരിഞ്ഞു കളയാനാണ് ഭാവമെങ്കിൽ, അല്ലെങ്കിൽ ഈമാനെ വിശ്വസിക്കുന്നിടത്തോട് തിരിഞ്ഞു കളയാനാണ് അവരുടെ ഭാവമെങ്കിൽ, ഫലമൂ, നിങ്ങൾ മനസ്സിലാക്കിക്കോ, അന്നല്ലാഹ മൗലാക്കും, അള്ളാഹു നിങ്ങളുടെ സഹായിയാണ്, നാസിറക്കും നിങ്ങളെ രക്ഷിക്കുന്നവനാണ്, സഹായിക്കുന്നവനാണ്, മുതഅല്ലിയു വതഅല്ലി ഉമൂരിക്കും, നിങ്ങളുടെ കാര്യങ്ങളുടെ കാര്യകർത്താവാണ്. നീമൽ മൗല, അല്ലേ, ഈ മൗല സഹായിയുടെ വർഗം തന്നെ എത്ര നല്ലത്. ഹുവ, പ്രത്യേകിച്ച് അവൻ അള്ളാഹു ഏറ്റവും നല്ല സഹായി അല്ലേ. വനിഅമൻ നസീർ, മൗല എന്ന് വെച്ചാൽ സഹായി അല്ലെങ്കിൽ രക്ഷകർത്താവ് നോക്കാം, അതാണ് നല്ലത്. നിയമൻ നസീർ, മൗലയും നസീറും ഒക്കെ വരുമ്പോൾ മൗലത്തിന് രക്ഷകർത്താവ് നോക്കാം. ഏറ്റവും നല്ല രക്ഷകൻ അല്ലെങ്കിൽ രക്ഷകൻ അള്ളയാണ്. ഏറ്റവും നല്ല സഹായി അല്ലെ, സഹായികളുടെ വർഗം തന്നെ എത്ര നല്ലത്. ഐ നാസിറു ലക്കും, അതായത് നിങ്ങളുടെ പ്രസ്തുത നാസിർ ആരാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല. എത്ര നല്ല നസീറാണ്, എത്ര നല്ല സഹായിയാണ്.